മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുണ്ടായ ദുരന്തത്തിൽ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് പുതുപ്പള്ളി എംഎൽഎ ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വഴി വീടിന്റെ പണി പൂർത്തിയാക്കുന്നതിനായിട്ടാണ് ഈ സഹായം നൽകുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. എന്റെ പിതാവ് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് അത് തന്നെയാണ് ഈ ധനസഹായത്തിലൂടെ ഞാൻ പ്രകടിപ്പിക്കുന്നത്. ബിന്ദുവിന്റെ ചിത കത്തിത്തീരുന്നതിന് മുമ്പ് സർക്കാർ കരുണ കാണിക്കണം എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും ജില്ലാ ചുമതലയുള്ള മന്ത്രിയുടെയും നിലപാട് വിമർശിച്ച ചാണ്ടി ഉമ്മൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നും മന്ത്രി വി എൻ വാസവന് ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അപകട സമയത്ത് മുഖ്യമന്ത്രി കോട്ടയത്ത് ഉണ്ടായിരുന്നു. ബിന്ദുവിന്റെ കുടുംബത്തെ അദ്ദേഹം സന്ദർശിച്ചില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നു. മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് വീഴ്ചയുണ്ടായി എന്നത് ഇനി ഒളിച്ചു മാറാനില്ല. ഇനി വിദേശത്തായിരുന്നു സംഭവിച്ചത് എങ്കിൽ കൃത്യമായ നിയമ നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇത് ഒഴിവാക്കാമായിരുന്ന അപകടമായിരുന്നു. പഴയ കെട്ടിടം നേരത്തെ പൊളിച്ച് മാറ്റിയിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. സർക്കാർ ഇതുവരെ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം അപകടം നടന്ന ദിവസം കോട്ടയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി ബിന്ദുവിന്റെ വീട്ടിലെത്താനോ കുടുംബത്തെ നേരിൽ കാണാനോ തയ്യാറായില്ലെന്നും വിമർശിച്ചു. ഒരു CPIM നേതാവ് പോലും സംഭവസ്ഥലത്ത് പോയില്ല. കുടുംബത്തെ ഇങ്ങനെ ഉപേക്ഷിക്കാനാവില്ല. നീതി ഉറപ്പാക്കും വരെ പിന്തിരിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ബിന്ദുവിന്റെ മൃതദേഹവുമായി പോയ ആംബുലൻസ് തടഞ്ഞ് പ്രകടനം നടത്തിയതിന് കേസെടുത്തതിലും MLA ശക്തമായി പ്രതികരിച്ചു. ബിന്ദുവിന്റെ ബന്ധുവിനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വാഹനം വിടാൻ തയ്യാറായിരുന്നു. ബിന്ദുവിന്റെ കുടുംബത്തിന് വേണ്ട സഹായം എത്തിക്കണം. കുടുംബത്തിന് വേണ്ട പാക്കേജ് കൊടുക്കണം. പാക്കേജ് നടപ്പിലാക്കണം. കുടുംബത്തിന് ജോലി, 25 ലക്ഷം രൂപ, കുഞ്ഞിനെ ദത്തെടുക്കുക, ചികിത്സാ ചെലവ് എഴുതിത്തള്ളണം എന്നതടക്കം കുടുംബത്തോട് സർക്കാരിനോട് ആവശ്യപ്പെടണം എന്ന് പറയാനായിരുന്നു ആംബുലൻസ് നിർത്താൻ ആവശ്യപ്പെട്ടത്. പോലീസ് ഇതേ മനോഭാവം ഉച്ചയ്ക്ക് കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയായിരുന്നു. പോലീസ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒരു പ്രത്യേകം ഒരാളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിന്റെ വണ്ടിയാണിത്. ഇതുപോലത്തെ 1000 കേസിൽ പ്രതിയാകാൻ തയ്യാറാണ്. കള്ളക്കേസ് എടുത്തതുകൊണ്ട് തളരില്ല, നേരിട്ടോളാം എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ച സംഭവം കൊലപാതകമാണെന്നും അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. 2.5 മണിക്കൂറും ഒരു മനുഷ്യജീവിയും നഷ്ടപ്പെട്ടതിന് ശേഷമാണ് തെരച്ചിൽ നടപടികൾ ആരംഭിക്കുന്നത്. ഒരു കെട്ടിടം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം ഇവർ ഏത് മുഹൂർത്തത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് അടുത്താൽ മാത്രമേ ഇത്തരം ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുകയുള്ളൂ. സർക്കാർ PR എന്ന കൊള്ളരുതായ്മയുടെ രക്തസാക്ഷിയാണ് മരണപ്പെട്ട ബിന്ദു. മുൻപ് ആരോഗ്യവകുപ്പിന്റെ വീഴ്ച കാരണം ചികിത്സ തേടി വരുന്നവർ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ കൂട്ടിരിക്കാൻ വരുന്നവർ പോലും ജീവഭയത്താൽ കഴിയേണ്ടി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു.